കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടി ചോർ വീണ്ടും കസ്റ്റഡിയിൽ. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ബണ്ടി ചോറിനെ കസ്റ്റഡിയിലെടുത്തത്. അഭിഭാഷകനെ കാണാനെത്തിയതെന്നാണ് ബണ്ടി ചോർ പോലീസിനോട് പറഞ്ഞത്. ബണ്ടി ചോറിനെ റെയിൽവേ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചും ബണ്ടി ചോറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചിരുന്നു. ഹരിമോഹനുണ്ട്. ഹരി, എറണാകുളത്ത് വെച്ചും ബണ്ടി ചോറിനെ പിടിച്ചു, കസ്റ്റഡിയിലെടുത്തു. അപ്പോൾ ആളൂരിനെ കാണാൻ വന്നതെന്നാണ് പറഞ്ഞത്. ആളൂർ മരിച്ചുപോയി എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല എന്നാണ് ബണ്ടിച്ചോർ പറഞ്ഞത്. ബണ്ടിച്ചോർ ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ തിരുവനന്തപുരത്തും ബണ്ടിച്ചോറിനെ വീണ്ടും കസ്റ്റഡിയിലെടുക്കുകയാണോ? എന്തെങ്കിലും സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണോ കസ്റ്റഡിയിലെടുത്തത്? അതല്ല, ബണ്ടിച്ചോറാണെന്ന് കണ്ടപ്പോൾ കസ്റ്റഡിയിലെടുത്ത് കാര്യങ്ങൾ ആരായാൻ വേണ്ടിയാണോ? ഹരി, അരുൺ, ഇന്നലെയാണ് ബണ്ടി ചോർ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും എത്തിയത്. ഇന്നലെ ഒരു ഉച്ചയോടുകൂടി എത്തുന്നു. അതിനുശേഷം അഭിഭാഷകനെ കാണാൻ പോകുന്നു. കണ്ടു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് ബണ്ടി ചോറിനെതിരെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ എത്തി അഭിഭാഷകനെ കണ്ടത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെ തിരിച്ച് പോകാൻ നേരം, അതായത് തിരിച്ച് വൈകുന്നേരത്തോടു കൂടി, രാത്രിയോടുകൂടിയാണ് ഇതേ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ബണ്ടി ചോർ വീണ്ടും ചെല്ലുന്നത്. അവിടെ ഏറെ നേരം ഇരിക്കുന്നു. അതിനുശേഷം അവിടെ വിശ്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോഴാണ് റെയിൽവേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നത്. അതായത് കഴിഞ്ഞ ദിവസം എറണാകുളത്തും ചെല്ലുന്നു, പിന്നീട് തിരുവനന്തപുരത്തും വരുന്നു. ആ സമയത്ത് അഭിഭാഷകനെ കാണാൻ പോയതാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ നിരന്തരം കേരളത്തിൽ വരുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടോ എന്നുള്ളത് സംശയിച്ചുകൊണ്ടാണ് റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ രാത്രിയിൽ തന്നെ കസ്റ്റഡിയിലെടുത്തു. ഇന്നിപ്പോൾ രാവിലെയും ചോദ്യം ചെയ്തു വരികയാണ്. മറ്റ് ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇന്നലെ ഇയാൾ തിരിച്ചു പോകാനുള്ള പദ്ധതിയൊന്നും ഇല്ലായിരുന്നു. ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ വിശ്രമിച്ചിട്ട് രാവിലെ മറ്റാരെയോ കാണാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു സംശയം. അക്കാര്യത്തെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായി ചോദിച്ചറിയുകയാണ്. എന്തായാലും തൽക്കാലത്തേക്ക് മറ്റ് അറസ്റ്റ് രേഖപ്പെടുത്തൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇയാൾക്ക് പേരൂർക്കട സ്റ്റേഷനിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കേസ് ഈ മോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്, വാഹനമോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ആ കേസിന്റെ നടപടിക്രമങ്ങൾ ഏറെക്കുറെ അവസാനിക്കാറായിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരു അഭിഭാഷകനെ കാണാൻ വേണ്ടി എത്തിയത്. അപ്പോൾ ഇന്നലെ ആ കൂടിക്കാഴ്ചയൊക്കെ കഴിഞ്ഞ ശേഷം മറ്റ് പരിപാടികളൊന്നും നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ മറ്റൊരിടത്തേക്കും താൻ പോയിട്ടില്ല. നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വിശ്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് ബണ്ടി ചോർ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. അരുൺ, താങ്ക് യു. ഹരിയാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ ബണ്ടി ചോറ് എറണാകുളത്ത് വെച്ചും RPFന്റെ കസ്റ്റഡിയിലായി, തിരുവനന്തപുരത്ത് വന്നപ്പോൾ അവിടെയും കസ്റ്റഡിയിലായി. ഇങ്ങനെ കസ്റ്റഡിയിലെടുക്കാൻ ഞാൻ ആരാണ്, ഭൂതോ എന്നായിരിക്കും ബണ്ടി ചോറ് ചോദിക്കുക. കേസുണ്ട്, അതുകൊണ്ടാണ്. പക്ഷെ ആളൂര് മരിച്ചില്ല എന്ന കരുതിയാണ് ആളൂരിനെ കാണാൻ വന്നതെന്നാണ് ബണ്ടി ചോറ് എറണാകുളത്ത് പറഞ്ഞത്.